ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ചാനൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. വലിയ കുറേ നാളത്തെ പാഷനായിട്ടോ അങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് എനിക്കൊരു അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. ആദ്യമൊക്കെ ഒരു 500 സംതിങ് ഒക്കെ വ്യൂസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ പ്രതീക്ഷയായി മുന്നിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. മെയിൻലി അഗ്രികൾച്ചറൽ കണ്ടൻറ്റൊക്കെ തന്നെയായിരുന്നു. അത് ചെയ്യാനുള്ള കാരണം എനിക്ക് കൃഷി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഗാർഡനിങ് ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതൊരു കണ്ടൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തു. പിന്നെ അതൊക്കെ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ കുറേ പേര് കമൻസും കൂടെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഒരു മോട്ടിവേഷനായി. അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്തു വന്നത്. പക്ഷേ എനിക്ക് ഞാൻ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും എനിക്ക് എന്തെങ്കിലും ഒരു ഏർണിങ്സ് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഇതുവരെ ഇതിനകത്തൊന്നും ഒരു പേയ്മെൻറ്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു പോപ്പുലറായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 75K ഒരു വീഡിയോ ആണ്. ഒരു ചാക്കിൽ ചേമ്പ് നടന്ന ഒരു വീഡിയോ. അത് അത്രയും പേര് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം അത് എനിക്ക് തോന്നുന്നത് അത് കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ റെസ്പോൺസ് അതിനകത്തുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്രയും ആ ഒരു വീഡിയോ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു വീഡിയോ അത്രയും പേര് കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിനകത്ത് ഇപ്പോഴും കുറേ നെഗറ്റീവ് കമൻസൊക്കെ ആയിരുന്നു ആൾക്കാർ ഇട്ടുകൊണ്ടിരുന്നത്. കുറേ തെറി വിളിക്കുന്ന കുറേ കമൻസുകളും അതും ഇതുമെല്ലാം. അപ്പം എന്നിട്ട് ഞാൻ മുന്നോട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്കൊരു 75K അത്രയും വ്യൂസ് കിട്ടിയിട്ട് പോലും എനിക്ക് ആ ഒരു വീഡിയോയിൽ പോലും എനിക്ക് വലിയതായിട്ടുള്ളൊരു പേയ്മെൻറ്റോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ബാക്കിയുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ വ്യൂസ് കുറവായിരുന്നു. ഏകദേശം ഒരു 100 അല്ലെങ്കിൽ ഒരു 150 അത്രയൊക്കെ വ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നിട്ടും ഏകദേശം ഒരു ഫ്രീസായി പോകുന്നൊരവസ്ഥയായി. ചാനൽ ഫ്രീസായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വ്യൂസ് മുന്നിലേക്ക് വരുന്നില്ല. ഞാൻ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്തു. ഈവൻ ഞാൻ പാട്ട് പാടുന്നത് എനിക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാട്ട് പാടുന്ന കുറേ വീഡിയോസൊക്കെ ഇട്ട് നോക്കി. ചിലതൊക്കെ ഒന്ന് കുറച്ചും അതൊരു 500 ഒക്കെ സംതിങ് മാത്രമേ ഉള്ളൂ. വലിയൊരു ഒരു റേഞ്ചിലേക്ക് വ്യൂസ് ഒന്നും എത്തുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പലതും അതിനകത്ത് എനിക്ക് തോന്നുന്നു മേക്കപ്പ് വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. എനിക്ക് സ്കിന്നിനൊക്കെ അലർജി ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലുതായിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് വലിയൊരു വ്യൂസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് മെനക്കെടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല 1 ഇയർ കഴിഞ്ഞു. ഇപ്പം ഇപ്പം വലിയ സെലിബ്രിറ്റീസുകളുടെ ഒക്കെ ചാനലൊക്കെ ആണെങ്കിൽ തന്നെയും അത്യാവശ്യം ഒരു അവർക്കൊക്കെ ചിലപ്പോൾ മന്ത്ലി ഇൻകം കിട്ടുന്നവരുണ്ടാവാം, ചിലപ്പം 2 മാസം കൂടുമ്പോഴൊക്കെ കിട്ടുന്നവരുണ്ടാവാം. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടും എനിക്ക് വലിയ രീതിയിലൊന്നും തന്നെ ഒരു മെച്ചം എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാനലൊന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ വീഡിയോസ് ഇടാത്തതിൻ്റെ ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റാതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. വീഡിയോസ് എടുക്കുന്ന ഫോണ് കംപ്ലൈൻ്റായി. അത് പിന്നെ ശരിയാക്കാൻ കൊടുത്തു. അവിടെ ശരിയായില്ല, അത് കുറേ ലാഗ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വേറൊരിടത്ത് കൊടുത്തു കഴിഞ്ഞപ്പം അങ്ങനെയാണ് പിന്നെ ഫോൺ ശരിയായി വന്നത്. അപ്പോൾ പ്രധാന കാരണം ഞാൻ വീഡിയോസ് ഇടാതിരുന്നതിൻ്റെ കാരണം എനിക്ക് വലിയതായിട്ട് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് തോന്നിയില്ല. അത് യൂട്യൂബ് എന്നെ റെക്കമെൻഡ് ചെയ്യാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോയ്ക്ക് വളരെ വ്യൂസ് കുറവാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഏകദേശം ഒരു 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണമല്ലോ. അന്നേരമാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ആവുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയി മോണിറ്റൈസേഷൻ ആവണം. അത് കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. $1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 81 രൂപയൊക്കെയാണ് $1 എന്ന് പറഞ്ഞാൽ തന്നെ. ഏകദേശം ഒരു 81 ആണെന്നാണ് എൻ്റെ ഒരു 80 അല്ലെങ്കിൽ 81 ഒക്കെ ആയിരിക്കാം. ഒരു $10 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ID വെരിഫിക്കേഷൻ
ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്രസ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. പിന്നെ നമുക്ക് ഡോളറൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ വരത്തുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പം അത്യാവശ്യം നല്ലൊരു മെനക്കേട് പരിപാടിയാണിത്. അപ്പം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എങ്ങനെയാണ് ചാനൽ തുടങ്ങേണ്ടതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ നമുക്കൊരു ആഗ്രഹം വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ചാനലൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തമ്പനെയിൽ എങ്ങനെ ഇടുന്നത്, യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം വളരെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലും അത്യാവശ്യം മെനക്കെട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും എനിക്ക് ഈ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോക്കാളും അത്യാവശ്യം നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. ചെറിയൊരു വീഡിയോ ഇട്ടാൽ പോലും അതിനെല്ലാം തന്നെ നല്ല എഫേർട്ടുണ്ട്. നമുക്ക് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്ന് അറിയാത്തവർക്ക് അതൊരു വലിയ കാര്യം തോന്നത്തില്ല. പക്ഷേ നമ്മൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്യുന്ന, അതിന് സൗണ്ട് കൊടുക്കുന്നു, ആവശ്യമില്ലാത്തതൊക്കെ ട്രിം ചെയ്ത് കളയുന്നു, അങ്ങനെ ഒത്തിരി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ട് എനിക്ക് വലിയൊരു വ്യൂസൊന്നും എനിക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ചാനൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഒത്തിരി ആൾക്കാർക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവാം. പക്ഷേ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. നമ്മൾ പറയുമ്പോൾ എല്ലാ വർഷവും പറയണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത്. പിന്നെ ഞാനിങ്ങനെ ഇതൊരു ഒരിക്കലും നെഗറ്റീവായിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കഴിവായിരിക്കില്ല വേറൊരാൾക്കുള്ളത്. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഞാനത് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ തുടങ്ങുന്നത് നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 75K 75,000 വ്യൂസ് എനിക്കൊരു വീഡിയോയ്ക്ക് വന്നു. അതാണ് എൻ്റെ ഒരു കൂടിയ വ്യൂ എന്ന് പറഞ്ഞാൽ. അതിന് തന്നെ എനിക്ക് ഏകദേശം വലിയതായിട്ട് എനിക്ക് അതിനകത്തുനിന്ന് എനിക്കൊരു യൂട്യൂബ് ഒരു മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നന്നായിട്ട് പല രീതിയിൽ എങ്ങനെ ആൾക്കാർ കാണും, അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞതല്ല. കുറേ യൂട്യൂബിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ അവർക്കൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഞാൻ വീഡിയോസ് ഇടുമെന്നുള്ളതൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ വളരെ വ്യൂസ് കുറവാണ്. ഇപ്പം ഞാൻ ഇതിന് മുന്നേ ഒക്കെ വീഡിയോസ് ഇടുന്ന സമയത്ത് പോലും സൗണ്ട് കുറവാണ് എന്നൊക്കെ പറയും. ഒരു മൈക്കിന് എത്ര ആവും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് തന്നെ എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് മേടിക്കാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.